ഹലോ എവ്രിവൺ. അപ്പം നമ്മുടെ യൂണിറ്റ് 1 ആയിട്ടുള്ള സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ തമ്മില് പാർട്ട് 2 ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പാർട്ട് 1 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 2 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ എന്താണ് സെറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് സബ്സെറ്റ്സ്, വെൻ ഡയഗ്രാംസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ സെറ്റ്സിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. എന്താണ് കോംപ്ലിമെന്റേഷൻ, എന്താണ് യൂണിയൻ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഓപ്പറേഷൻ ആണ്, അല്ല ഇന്റർസെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഓപ്പറേഷൻ ആണ് എന്ത് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് യൂണിയൻ എന്ന് നോക്കാം. യൂണിയൻ എന്നുള്ളത് പേര് പോലെ തന്നെ നമുക്കറിയാം. യൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ച്, അതിനെ നമ്മൾ യൂണിയൻ എന്ന് വിളിക്കാം. ഇപ്പൊ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അതിന്റെ 2 സബ്സെറ്റ് ആയിട്ട് എ ബി എന്ന് പറയുന്ന 2 സബ്സെറ്റിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? ഈ ഒന്നെങ്കിൽ എയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ബിയിലുള്ള എലമെന്റ്സ്, അതായത് എയിലുള്ള എലമെന്റ്സ് ആവാം, ബിയിലുള്ള എലമെന്റ്സ് ആവാം. ഈ രണ്ടിന്റെയും കൂടി ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം? യൂണിയൻ എന്ന് പറയാം. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്നത് 2 യൂണിവേഴ്സൽ സെറ്റിലെ 2 സെറ്റ്സ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എയ്തർ എ ഓർ ടു ബി, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ഓർ ടു ബോത്ത് എ ആൻഡ് ബി, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിയൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയാം. ഇതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ നമ്മൾ യൂണിയൻ പോലെ എ യൂണിയൻ ബി, ഇന്റർസെക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണ് യൂസ് ചെയ്യുക, എ യൂണിയൻ ബി. ഇതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ കൺസിഡർ ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി, ഒന്നെങ്കിൽ എക്സ് എയിലുണ്ടാവും അല്ലെങ്കിൽ എക്സ് ഏതിലുണ്ടാവും? ബിയിലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുക. ഇതിന്റെ വെൻ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. അതായത് യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബി എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ളതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എ യൂണിയൻ ബി എന്ന് പറയുന്ന പാർട്ട് ഏതായിരിക്കും അറിയോ? ഈ കംപ്ലീറ്റ് ലൈൻഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും എ. അതിൽ ഏത് വരും? എ എന്നുള്ള സെറ്റ് വരും, ബി എന്നുള്ള സെറ്റ് വരും, അതേപോലെ ഇതിന്റെ സെന്ററിലുള്ള എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റ് വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് കാര്യം പറയാൻ പറ്റും? എ എന്നുള്ളത് എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്, അതേപോലെ തന്നെ ബി എന്നുള്ളതും എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്. വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിന് റിമൈൻഡ് ചെയ്യാൻ പറ്റും. എന്ത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണെന്ന് ഈ വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഇതിലൊരു എക്സാമ്പിൾ ആണ് ഫൈൻഡ് എൻ യൂണിയൻ സെറ്റ്. എൻ യൂണിയൻ സെറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതേപോലെ അത് വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3 4 5 6 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്, എല്ലാ ഇന്റിജേഴ്സ്, അതായത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പം നെഗറ്റീവ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 മുതൽ 1 2 3 കംപ്ലീറ്റ് ഹോൾ നമ്പേഴ്സ് ഇതിൽ പോകും. അപ്പം ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്നിലുള്ള എലമെന്റ്സും വേണം, അതേപോലെ തന്നെ സെഡിലുള്ള എലമെന്റ്സും വേണം. ഇതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിലുള്ള 1 2 3 4 5 സെറ്റ് ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് എന്തിൽ വരും? സെഡിൽ വരും. അറിയാം അല്ലെ? ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്തായാലും എന്തിൽ വരും? ഇന്റിജേഴ്സിൽ എന്തായാലും വരും. കാരണം എന്താണ്? എൻ എന്ന് പറയുന്നത് സെഡിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എൻ യൂണിയൻ സെഡ് എന്ന് പറയുന്നത് സെഡ് ഇന്റിജേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇതിന്റെ വെൻ ഡയഗ്രം നോക്കാം. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഇവിടെ എന്തെടുത്താൽ മതി? എൻ യൂണിയൻ സെറ്റ് എന്ന് പറഞ്ഞാല് സെറ്റ് ആണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമ്മൾ ഇന്റിജേഴ്സിന് എടുത്തു, പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് എന്തെടുത്തു? നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. അപ്പൊ എൻ യൂണിയൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ കംപ്ലീറ്റ് ഡോട്ടഡ് പോർഷൻസ്, അതായത് ഈ കംപ്ലീറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ് നമുക്ക് എന്ത്? എൻ യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ. ഇനി നെക്സ്റ്റ് ഒരു തിയറം ആണ്. For any two sets A and B, a subset of B if and only if A union B equal to B. ഇവിടെ നമുക്ക് if and only if, ഈ സിമ്പിളിനെ നമ്മൾ if and only if സിമ്പിൾ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യണം. അതായത് A സബ്സെറ്റ് ഓഫ് B ആണെങ്കിൽ A യൂണിയൻ B ഈക്വൽ ടു B ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ A യൂണിയൻ B ഈക്വൽ ടു B ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? A സബ്സെറ്റ് ഓഫ് B ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. അതായത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ എന്താ നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്? എ യൂണിയൻ ബി ഈക്വൽ ടു ബി.
അതായത് രണ്ട് സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് കാണിച്ചാൽ മതി? എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കാണിക്കണം. അതേപോലെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എ യൂണിയൻ ബി ഈക്വൽ ടു ബി പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് എടുക്കാം. നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. നമ്മൾ യൂണിയന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോ തന്നെ ഇത് പഠിച്ചതാണ് അല്ലെ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ആയില്ലേ? അതായത് എക്സ് എ യൂണിയൻ ബിയിലുണ്ടെങ്കിൽ എക്സ് എന്തിലുണ്ട്? ബിയിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പം എക്സ് എ യൂണിയൻ ബിയിലുണ്ടെങ്കിൽ എക്സ് ബിയിലുണ്ട്. അപ്പം ഈ എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രൂവ് ആയി. ഇനി നെക്സ്റ്റ് നോക്കാം. ലെറ്റ് us assume എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ ലെറ്റ്സ് പ്രൂവ്. അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ് എന്നുള്ളത് എ യൂണിയൻ ബിയിലുള്ളതെന്ന് നമ്മൾ എടുത്തു. അതായത് എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് എന്തിലുണ്ടാവും? ബിയിലും ഉണ്ടാവും. കാരണം എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇനി അഥവാ എക്സ് എയിൽ ഇല്ല എന്ന് കൺസിഡർ ചെയ്യാം. എങ്കിൽ കൂടി എക്സ് ഏതിലുണ്ടാവും? ബിയിൽ ഉണ്ടാവും. കാരണം എന്താണ്? എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഏതിലുണ്ട്? എ യൂണിയൻ ബിയിലുണ്ട്. അപ്പം ആ എലമെന്റ് പ്രൂവ് ആയി. അതായത് എ യൂണിയൻ ബിയിലെ ഏതൊരു എലമെന്റും എന്തിലെ എലമെന്റ് ആയിട്ട് വരും? ബിയിലെ എലമെന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ്? ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ് എന്ത്? എ. അതേപോലെ തന്നെ എ യൂണിയൻ ബിയുടെ മറ്റൊരു സബ്സെറ്റ് ആണ് എന്ത്? ബി. അപ്പം ഈ കാര്യത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പം 1ഉം 2ഉം പ്രൂവ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ കോൺവേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതേപോലെ തന്നെ നമുക്കറിയുന്ന കാര്യമാണ് എന്ത്? എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. അപ്പൊ നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് ബി. അതാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഈ തിയറം മനസ്സിലായില്ല. ഇനി നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, for any three sets A, B and C in a universal set U, show that A union A is equal to A. അതായത് രണ്ട് സംഭവം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സബ്സെറ്റ് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് അറിയാം എ ഈസ് സബ്സെറ്റ് ഓഫ് എ. എയുടെ സബ്സെറ്റ് തന്നെയാണ് എന്ത്? എ. അപ്പം ഇതിന് സിമ്പിൾ ആയിട്ട് കിട്ടിക്കൂടെ? എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ എന്ന്. അപ്പം ഒന്നാമത്തത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നോക്കാം, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. അതായത് യൂണിയൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നോക്കാം, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു ബി. ഇത് അങ്ങോട്ട് കൂടി തിരിക്കണേന് കുഴപ്പമുണ്ടോ? ഇല്ല. എക്സ് ബിലോങ്സ് ടു എ. ഇതിന് എന്ത് കിട്ടി? എക്സ് ബിലോങ്സ് ടു ബി യൂണിയൻ എ. ഓക്കെ, അപ്പൊ എക്സ് എ യൂണിയൻ ബിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? എക്സ് എന്ന് പറയുന്നത് ബി യൂണിയൻ എയിലുണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഇക്വാലിറ്റി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി യൂണിയൻ എ എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് പ്രൂവ് ചെയ്യണം. അത് സിമ്പിൾ ആണ്. അതായത് എക്സ് ബി യൂണിയൻ എയിലുണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ഓർ എക്സ് ബിലോങ്സ് ടു എ. അതിന് നമ്മൾ തിരിച്ച് എഴുതിയ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ്. അപ്പൊ നമ്മളിവിടെ ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇവിടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. യൂണിയൻ എന്നുള്ളത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം, എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എ. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? ഫൈ ഇസ് ഈക്വൽ ഫൈ സബ്സെറ്റ് ഓഫ് എ ആണ്. ഇത് നമ്മൾ ഇന്റർസെക്ഷൻ പറഞ്ഞ സമയത്തും ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫൈ എന്നുള്ളത് ഫൈ സബ്സെറ്റ് ഓഫ് എ ആണ്. അതേപോലെ തന്നെ എ യൂണിയൻ ഫൈ അപ്പൊ എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ്. ഫൈ എന്നുള്ളത് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ഫൈ എന്നുള്ളത് എ യൂണിയൻ എയുടെ സബ്സെറ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. നമുക്ക് എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ്. അപ്പൊ എ യൂണിയൻ ഫൈ
സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. അതേപോലെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ 5. അപ്പം ഇതിൽ നിന്ന് രണ്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും എ യൂണിയൻ 5 ഇസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പം തേർഡ് വണ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഫോർത്ത് വൺ നോക്കാം. ഇഫ് എ സബ്സെറ്റ് ഓഫ് സി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി then എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് സി. അതാണ് നമുക്ക് ഫോർത്ത് വൺ പ്രൂവ് ചെയ്യാനുള്ളത്. രണ്ട് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നതും സിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സബ്സെറ്റ് ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് ചെയ്യും. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബിയിലുണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു. ഈ രണ്ട് കേസിലും എന്താണ്? എക്സ് എവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, സിയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? എ എന്നുള്ളത് സിയുടെ സബ്സെറ്റ് ആണ്, അതേപോലെ തന്നെ ബി എന്നുള്ളതും സിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇതിന് രണ്ടിനും നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു സി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. നെക്സ്റ്റ് എന്താണ്? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് നമ്മള് ഫിഫ്ത് വൺ എക്സ് ബിലോങ്സ് ടു യു എന്ന് പറയാം. എക്സ് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ഡസൻ ബിലോങ്സ് ടു എ. എക്സ് ഡസൻ ബിലോങ്സ് ടു എ, അതായത് യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റ് എടുക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് എന്താണ്? എക്സ് എന്തിലുണ്ടെന്നാ പറഞ്ഞത്? യുയിലുണ്ട്, യൂണിവേഴ്സൽ സെറ്റിലുണ്ടെന്ന്. ഒന്നെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെ ആയിരിക്കാം? ഇതിന്റെ പുറത്ത്, അതായത് എ അല്ലാത്ത സ്ഥലത്ത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് എയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ് എവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ്. എക്സ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ എ കോംപ്ലിമെന്റ്. അപ്പം ഇതിൽ നിന്ന് എന്ത് കിട്ടി? യു സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. പിന്നെ നാലാമത്തെ നമ്മുടെ കണ്ടീഷൻ നോക്കാം. നാലാമത്തെ കണ്ടീഷൻ എന്താണ്? എ സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ, അതേപോലെ ബി സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി എന്നുള്ളത് സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ എ എന്നുള്ള സെറ്റും സിന്റെ പകരം നമ്മൾ എന്തെടുക്കാന്ന് അറിയോ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെറ്റ് എടുക്കാം. നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? എ സബ്സെറ്റ് ഓഫ് യു, യൂണിയന്റെ സബ്സെറ്റ് ആണ്. അതേപോലെ ബി കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റും എന്തിന്റെ സബ്സെറ്റ് ആണ്? യൂണിയന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ എ കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാൻ പറ്റും. അതേപോലെ യു സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും വെച്ച് നോക്കുമ്പോൾ എന്ത് ഈക്വൽ ആണ്? എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യുവിന് ഈക്വൽ ആണ്. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലെ 5 തിയറും നമ്മളിവിടെ സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let U be the real line R. A is equal to set of all x belongs to R such that 0 less than or equal to x less than or equal to 1, and B x belongs to R such that x 1 less than or equal to x less than or equal to 3. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ യൂണിയൻ ബി ആണ്. ഇവിടെ തന്നിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈൻ ആണ്. അതായത് റിയൽ ലൈൻ ആണ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0ക്കും 1നും ഇടയിലുള്ള റിയൽ ലൈനെയാണ് ഇവിടെ 1 എന്ന് പറഞ്ഞത്, എ എന്ന് പറയുന്നത്. ഇവിടെ 0യും ഉണ്ട് 1ഉം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്ലോസ് ഇന്റർവെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ 1ഉം 0യും എന്താണ്? ആ സെറ്റിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബി എന്നുള്ള സെറ്റ് നോക്കാം. ബി എന്താണ്? 1നും 3നും ഇടയിലുള്ള സെറ്റുകൾ, അതായത് 1ഉം ഇൻക്ലൂഡഡ് ആണ് 3യും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കിക്കൂടെ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? 0 മുതൽ 3 വരെയുള്ള റിയൽ ലൈനിലെ എല്ലാ നമ്പേഴ്സും, എല്ലാ റിയൽ നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള സെറ്റ് ആയിരിക്കും എന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ എയും ബിയും അല്ലാതെ വേറെ 2 സെറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ആയിരിക്കണം? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 0 മുതൽ 3 വരെ ഉള്ളല്ലേ. അതേപോലെ തന്നെ എസ് യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 0 മുതൽ ടി വരെയുള്ള നമ്പേഴ്സും ആയിരിക്കണം.
നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഷോ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. ഞാനിവിടെ എസ് എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയുള്ള റിയൽ ലൈൻ ആയിട്ട് എടുക്കാൻ പോവാണ്. അതേപോലെ ടി എന്ന് പറയുന്നത് ഒരു 1.5 മുതൽ 3 വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എസ് യൂണിയൻ ടി എന്തായിട്ട് വരിക? 0 മുതൽ 3 വരെയുള്ള എല്ലാ റിയൽ ലൈൻസ്. അപ്പം ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ? എസും ടിയും എയും ബിയും ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന്റെ രണ്ടിന്റെ യൂണിയൻ എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ കിട്ടി. ഇനി അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. തേർഡ് വൺ നോക്കാം. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ഇൻ എ ഇഫ് എ ആൻഡ് ബി elements in A and B if A union B equal to 5. A union B എന്ന് പറയുന്നത് 5 ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും എലമെന്റ്സിനെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഇത് നമ്മൾ മറക്കാനേ പാടില്ല. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്, അതേപോലെ തന്നെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് 5ന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് 5 ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എവറി എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പൊ 5 ഈസ് ഈക്വൽ ടു 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. അപ്പം എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 5നോട് ഈക്വൽ ആണ്. ഇതേ കണ്ടീഷൻ, സിമിലർ കണ്ടീഷൻ പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എന്നുള്ളതും 5നോട് ഈക്വൽ ആണ്. അപ്പം എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും എന്തിനോട് ഈക്വൽ ആണ്? 0. അങ്ങനെ ഇട്ടാൽ എന്താണ്? കാർഡിനാലിറ്റി, അതായത് നമ്പർ ഓഫ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ മോഡിന്റെ ഉള്ളിലാക്കി. അപ്പം കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നതും കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതും എന്താണ്? 0 ആണ്. രണ്ടിലും 0 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. നമ്മൾ ഇന്റർസെക്ഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ദി യൂണിയൻ ഓഫ് A1 A2 എക്സെട്ര AN ഇൻ എ യൂണിവേഴ്സൽ സെറ്റ് യു. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN എന്ന് പറയാം. അല്ലെങ്കിൽ ഒറ്റ സിമ്പിൾ യൂണിയൻ ഓഫ് I ഈക്വൽ ടു 1 to n AI. അപ്പം ഇവിടെ I ഈക്വൽ ടു AI A2 യൂണിയൻ A2 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 യൂണിയൻ A2 യൂണിയൻ A3 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 യൂണിയൻ A2 യൂണിയൻ A3. അത്രേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലം ആണ്. എ യൂണിയൻ ബി യൂണിയൻ സി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 ആണ്, ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 2 3 4 5 ആണ്, സി എന്ന് പറഞ്ഞാൽ സെറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്നുള്ളത് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ എന്നുള്ളതിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആദ്യം എ യൂണിയൻ ബി യൂണിയൻ സി എന്താന്ന് നോക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി എന്താ? എ പറഞ്ഞ 1 2 3, ബി 2 3 4 5, സി എന്ന് പറഞ്ഞ 1. അപ്പൊ നമ്മുടെ സെറ്റില് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? സെറ്റിൽ റിപ്പീറ്റേഷന്റെ ആവശ്യം ഇല്ല. അപ്പം ഇവിടെ എയിലും ബിയിലും സിയിലും അല്ല എയിലും സിയിലും 1 ഉണ്ട്. അപ്പൊ 1, ബിയില് 2, അതേപോലെ എയിലും 2 ഉണ്ട്. റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എലമെന്റ്സ് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാല് 1 2 3 4 5 കിട്ടി. ഇതിന്ന് എ യൂണിയൻ ബി കിട്ടണം, അതായത് എയുടെയും ബിയുടെയും എലമെന്റ്സ്. അത് എന്തൊക്കെയാണ്? 1 2 3 4 5. ഇനി എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുണ്ട് പക്ഷെ ബിയിലില്ല, എയിലുണ്ട് ബിയിലില്ല. എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള നമ്പർ ഏതാണ് ഇവിടെ? യെസ് 1. അപ്പൊ സെറ്റ് 1. ഇനി ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുണ്ട് പക്ഷെ എന്തിലില്ല? എയിലില്ല. അങ്ങനെ അപ്പൊ 1 2 3 അല്ലാത്ത ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 4 5. അപ്പൊ ബി മൈനസ് എ എന്ത് കിട്ടി? 4 5. പിന്നെ അതേപോലെ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുണ്ട് അതേപോലെ തന്നെ ബിയിലുണ്ട്. എയിലും ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെ? യെസ് 2 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല് 2 3. ഇനി നമ്മള് തന്നിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. അതിന്റെയൊക്കെ യൂണിയൻ വരുമ്പോ ഏതാ? 1 2 3 4 5. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ യൂണിയൻ ബി എന്ന് കിട്ടിയത്. അപ്പം ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് നോക്കാം യൂണിയന്റെ കേസിൽ യൂണിയൻ ഓഫ് എനി നമ്പർ ഓഫ് സെറ്റ്സ് ബൈ ടേക്കിംഗ് ദ യൂണിയൻ ഓഫ് 2 ഓഫ് ദീസ് സെറ്റ്സ് അറ്റ് എ ടൈം. അതായത് യൂണിയൻ എന്ന് പറയുന്നത്, യൂണിയന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? അസോസിയേറ്റീവ് കൂടിയാണ്. നമുക്ക് ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യം ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ട്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആണ്? എ യൂണിയൻ ബി യൂണിയൻ സി, അതേപോലെ തന്നെ എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് മൂന്നും ഈക്വൽ ആണ്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി
പിന്നെ യൂണിയൻ സി, അതേപോലെ എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് ഈ ഇക്വാലിറ്റി പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കാര്യം സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു, ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ് സെയിം പോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അത് നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ളത് എ യൂണിയൻ ഓഫ് സി എന്നുള്ളതിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. അതേപോലെ തിരിച്ചും കാണിക്കണം. അപ്പൊ നമ്മുടെ ഇവിടെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോണത് എ യൂണിയൻ ബി യൂണിയൻ സി, എ യൂണിയൻ സബ്സെറ്റ് ഓഫ് യൂണിയൻ സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാം. നമുക്കറിയാം എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി അല്ലെ. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ സബ്സെറ്റ് ആണ്. അതേപോലെ സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും എ യൂണിയൻ ബി യൂണിയൻ സിയുടെ സബ്സെറ്റ് ആണെന്ന് അറിയാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സി എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ആയി. അതായത് എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ സബ്സെറ്റ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി യൂണിയൻ സി. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു സി. നമുക്കറിയാം യൂണിയന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇഫ് എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാല് ഇഫ് അതിന്റെ ബാക്കി ഇപ്പുറത്ത് എഴുതാം. എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു സി. ഇത് നമുക്ക് കിട്ടി. ഇനി എക്സ് നോക്കാം. ഇഫ് എക്സ് ബിലോങ്സ് ടു എ, എക്സ് എന്ന് പറഞ്ഞാല് എയിലുണ്ടെങ്കിൽ എക്സ് എന്തിലുണ്ടായിരിക്കും? എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബിയിലുണ്ടായിരിക്കും. അത് എന്തിന്റെ സബ്സെറ്റ് ആണ്? എ യൂണിയൻ ബി യൂണിയൻ സി. കാരണം എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്തിലുണ്ടെന്ന് പറഞ്ഞു? എക്സ് ബിലോങ്സ് ടു സി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി യൂണിയൻ സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സി. അപ്പൊ രണ്ട് കണ്ടീഷൻ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി യൂണിയൻ സിയിലുണ്ടെങ്കിൽ എക്സ് എന്തിലുണ്ടായിരിക്കും? എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സിയിലുണ്ടായിരിക്കും. അപ്പം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻസ് പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി യൂണിയൻ സി എന്തിന് ഈക്വൽ ആണ്? എ യൂണിയൻ ബി യൂണിയൻ ഓഫ് സിക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഈ വെൻ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വെൻ ഡയഗ്രത്തിലുള്ളത് എന്താണ്? എ യൂണിയൻ ബി അല്ലേ? പക്ഷെ അതിന്റെ ഓരോ പാർട്ടിനും അവിടെ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും? എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ അതേപോലെ തന്നെ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി. ഇതെന്ന് പറയുന്നത് ഒരു റിമാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കി വെക്കുക. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ യൂണിയൻസ് ആണ്? എ മൈനസ് ബിയുടെ യൂണിയൻ ആണ്, അതേപോലെ ബി മൈനസ് എയുടെ യൂണിയൻ ആണ്, അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിയുടെ യൂണിയൻ ആണ്. ഇത് നമുക്ക് ഈ വെൻ ഡയഗ്രാം നോക്കിയാൽ തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഇതിന് പ്രൂഫ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ നമ്മള് നേരത്തെ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? രണ്ടും സബ്സെറ്റുകളാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണെന്ന് ചെയ്യണം. നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് എന്താണ്? എ യൂണിയൻ ബി ആണ്. അതിൽ തന്നെ എന്താണ്? എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്. അതേപോലെ തന്നെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്. അപ്പൊ എന്താണ്? ബി മൈനസ് എ എന്ന് പറയുന്നതും എന്തിന്റെ സബ്സെറ്റ് ആണ്?
എ യൂണിയൻ ബി ആണ്. നമ്മൾ പിന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. അപ്പം എ മൈനസ് ബി എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്, ബി മൈനസ് എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇത് മൂന്നും എന്തിന്റെ ഇതിന്റെ മൂന്നിന്റെ യൂണിയനും എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? യെസ്, എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ ഇവിടുന്ന് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ നിന്നും സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിട്ട് പറ്റും. ഇനി നമ്മൾ തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് എടുക്കാം. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇങ്ങനെ എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ട് എന്നുള്ള കണ്ടീഷനിൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റുക. എന്തൊക്കെ പറയാന്നറിയോ? എക്സ് ബിലോങ്സ് ടു എ, എക്സ് എയിൽ ഉണ്ടെന്ന് പറയാം. ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്നല്ലേ, പക്ഷെ നമുക്ക് എന്ത് പറയാം? എക്സ് എന്തിലില്ല എന്ന് പറയാം? ബിയിൽ ഉണ്ടെന്ന് പറയാം. അതായത് എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെന്നുണ്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ എക്സ് എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാവും എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് എന്താണ്? എക്സ് എയിൽ ഉണ്ടെന്ന് എടുത്തു, പക്ഷെ എക്സ് എന്തിലില്ല? ബിയിലില്ല. എക്സ് ബിയിലില്ല എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി ആക്കി പറയാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ എടുക്കാണ്. എക്സ് എന്തിലില്ല? എയിലില്ല, പക്ഷെ എക്സ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് എവിടെ ഉണ്ട് എന്നാണ്? ബി മൈനസ് എ. അതായത് എക്സ് ബിയിലുണ്ട്, പക്ഷെ എക്സ് എന്തിലില്ല? എയിലില്ല. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കാണ്. എക്സ് എയിലുണ്ട്, അതേപോലെ തന്നെ എക്സ് എന്തിലുണ്ട്? ബിയിലുണ്ട്. എക്സ് രണ്ടെണ്ണത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? എക്സ് എവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം? എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞാല് എയിലുണ്ട് ബിയിലും ഉണ്ടെങ്കിൽ എക്സ് ഒബ്വിയസ് ആയിട്ട് എവിടെ ഉണ്ടാവും? എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവും. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇവിടെ 3 കണ്ടീഷൻസ് ആ വന്നത്. ഒന്നെങ്കിൽ എക്സ് എ മൈനസ് ബിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് ബി മൈനസ് എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവും. അപ്പം ഇതിന്റെ മൂന്നിന്റെയും കൂടെ യൂണിയൻ എന്താണ്? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി എന്നുള്ളത് സബ്സെറ്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഇവിടെ ഇക്വാലിറ്റി, ഇവിടെ നമുക്ക് ഇക്വാലിറ്റി ഉണ്ടായി. അപ്പം ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് ബി ഈക്വൽ ടു എ യൂണിയൻ ബി എന്നാണുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ ആണ് എന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പൊ നമ്മളിവിടെ യൂണിയൻ എന്ത് പഠിച്ചു, അതേപോലെ ഇന്റർസെക്ഷൻ പഠിച്ചു, കോംപ്ലിമെന്റേഷൻ പഠിച്ചു. നമ്മുടെ ഫോർത്ത് ഓപ്പറേഷൻ ആണ് എന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കാം. എയും ബിയും 2 സെറ്റ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അതേപോലെ ദ പെയർ എ ബി ഇൻ വിച്ച് പെയർ എ ബിനെ കൺസിഡർ ചെയ്യുക. ഇതിലെ ഫസ്റ്റ് എലമെന്റ് എ ഏതിലുള്ളതായിരിക്കും? സെറ്റ് എയിലുള്ളതായിരിക്കും. സെക്കൻഡ് എലമെന്റ് ബി ഏതിലുള്ളതായിരിക്കും? സെറ്റ് ബിയിലുള്ളതായിരിക്കും. ഈ പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓർഡേഡ് പെയർ. ഓർഡേഡ് പെയർ, അതായത് ഓർഡേഡ് പെയർ എ ബി എന്നാണ് നമ്മൾ ഈ സിമ്പിൾ ബ്രേസ് എ ബി എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡേഡ് പെയർ എ ബി. ഇതിലെന്താണ്? എ എന്ന് പറയുന്നത് സെറ്റ് എയിലുള്ള എലമെന്റ് ആയിരിക്കും, അതേപോലെ ബി എന്ന് പറയുന്നത് സെറ്റ് ബിയിലുള്ള എലമെന്റ് ആയിരിക്കും. ഇനി നമ്മള് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അഥവാ എ ക്രോസ് ബി എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എന്ന് പറയുന്നത് എവിടെയാണ്? എയിൽ ഉണ്ടായിരിക്കും ആൻഡ് ബി ബിലോങ്സ് ടു സെറ്റ് ബി. അപ്പം ഓർഡേഡ് പെയർ നമുക്ക് ഇഷ്ടമുള്ള പോലെ തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മള് ഇതില് പേരിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിനൊരു ഓർഡർലി മാനർ ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഈ ക്രോസ് പ്രോഡക്റ്റിലെ ഫസ്റ്റ് സെറ്റിലായിരിക്കും. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഈ ക്രോസ് പ്രോഡക്റ്റിലെ എവിടെയായിരിക്കും? സെക്കൻഡ് സെറ്റിലുള്ളത് ആയിരിക്കും. ഇനി നമ്മള് 2 എലമെന്റ്സ് രണ്ട് ഓർഡേഡ് പെയർ എ ബിയും അതേപോലെ ഓർഡേഡ് പെയർ സി ഡിയും ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ ഈക്വൽ ടു സി ആയിരിക്കണം, അതേപോലെ തന്നെ ബി ഈക്വൽ ടു ഡി ആയിരിക്കണം. അതവിടെ പറയുന്നുണ്ട് എ ഈക്വൽ ടു സി ആയിരിക്കണം, അതേപോലെ തന്നെ ബി ഈക്വൽ ടു ഡി ആയിരിക്കണം.
അപ്പൊ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് മനസ്സിലായല്ലോ. ഈ എ ക്രോസ് ബി നമ്മൾ സാധാ പ്രോഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കുക എന്താണ് മൾട്ടിപ്ലിക്കേഷൻ സംഭവത്തിനാണ്. അപ്പം എ ക്രോസ് ബി എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ എ ബി ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് സെറ്റിലായിരിക്കണം, അതേപോലെ സെക്കൻഡ് എലമെന്റ് എന്ന് വരുന്നത് സെക്കൻഡ് സെറ്റിലായിരിക്കണം. ഇവിടെ ഒരു നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1 2 3, ബി എന്ന് പറഞ്ഞാൽ 4 6. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഫസ്റ്റ് 1 2 3, അപ്പൊ ഫസ്റ്റത്തെ എലമെന്റ് 1, ഇതിന്റെ ഫസ്റ്റത്തെ എലമെന്റ് 4. അപ്പൊ നമുക്കൊരു ഓർഡേഡ് പെയർ കിട്ടി 1 4. ഇനി 1, അതേപോലെ സെക്കൻഡ് എലമെന്റ് ഏത് 6. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കിട്ടി 1 6. ഇനി സെക്കൻഡ് എലമെന്റ് 2, സെക്കൻഡത്തെ 4. അപ്പം 2 4, പിന്നെ 2 6, പിന്നെ 3 4, പിന്നെ 3 6. മനസ്സിലായില്ലേ? അപ്പം ഓർഡേഡ് പെയർ എ ബിയിലുള്ളത് ഫസ്റ്റത്തെ എല്ലാ എലമെന്റ്സും ഫസ്റ്റ് സെറ്റിൽ എയിലായിരിക്കണം. സെക്കൻഡ് ഓർഡേഡ് പെയറിന്റെ എല്ലാ എലമെന്റ്സും ഏതിത്തെ ആയിരിക്കണം, സെക്കൻഡ് സെറ്റ് ബിയിലായിരിക്കും. ഇനി നേരെ തിരിച്ചു നോക്കാം. ബി ക്രോസ് എ ആണ് പറഞ്ഞത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ് 4 6 ആണ്. എ എന്ന് പറഞ്ഞാലോ 1 2 3 ആണ്. ഇനി ബി ക്രോസ് എ പറയുമ്പോ ബിന്ന് ഓരോന്നിനെയും ഇങ്ങോട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. അതായത് 4 1 4 2 4 3. ഇനി 6 1 6 2 6 3. ഓക്കെ. അപ്പൊ ബി ക്രോസ് എ 4 1 4 2 4 3 6 1 6 2 6 3. ഇതിന്റെ എല്ലാ ഫസ്റ്റത്തെ എലമെന്റ്സും ഏത് സെറ്റത്തെ ആയിരിക്കും, ബി എന്ന് പറഞ്ഞ സെറ്റത്തെ ആയിരിക്കും. എല്ലാ സെക്കൻഡത്തെ എലമെന്റ്സും ഏത് സെറ്റത്തെ ആയിരിക്കും, എ എന്ന് പറയുന്ന സെറ്റിലായിരിക്കും. ഇവിടെ നോക്കുക, എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണോ? അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ. അതിന്റെ പെയറിന്റെ ഓർഡറിംഗിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ക്രോസ് എലമെന്റ് എന്ന് പറയുന്നത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ സെറ്റ് എ ഈക്വൽ ടു 2 5, ബി ഈക്വൽ ടു 2 3. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എ ക്രോസ് ബി, ബി ക്രോസ് എ ക്രോസ് എ, പിന്നെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് എ മൈനസ് ബി ക്രോസ് എ. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മള് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം, എ ക്രോസ് ബി നോക്കാം. എ 2 5, ബി 2 3. അപ്പൊ ഫസ്റ്റ് എന്ത് വരും 2 2, സെക്കൻഡ് 2 3, പിന്നെ 5 2 5 3. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. 2 2, നെക്സ്റ്റ് 2 3, പിന്നെ 5 2, അതേപോലെ 5 3. ഇപ്പൊ എ ക്രോസ് ബി കിട്ടി. ഇനി ബി ക്രോസ് എ നേരെ ഇങ്ങോട്ട് റിവേഴ്സ്. അപ്പം 2 2 വരും, 2 5 വരും, 3 2 വരും, അതേപോലെ 3 5 വരും. ഇനി നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞത് എ ക്രോസ് എ, അതായത് എ എന്നുള്ള എലമെന്റ്സ് എയിലേക്ക് തന്നെ ഇതാക്കാനാ പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ എന്താണ് 2 5, അഗെയിൻ എ എന്ന് പറഞ്ഞാല് 2 5. അപ്പൊ നമ്മൾ ഇതിൽ ക്രോസ് എടുക്കുമ്പോ 2 2 വരും, 2 5 വരും, 5 2 വരും, 5 5 വരും. ഓക്കെ, അപ്പം 2 2 2 5 5 2 5 5. എ ക്രോസ് എ കിട്ടി. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ. ഇതിന്റെ രണ്ടിലെയും ഇന്റർസെക്ഷൻ നോക്കാം. ഈക്വൽ ആയിട്ട് വരുന്ന, ഇവിടെ രണ്ടിലും ഒരേപോലെ വരുന്ന എലമെന്റ് ഏതാണ്, എസ് 2 2 മാത്രമേ വരുന്നുള്ളൂ. അപ്പം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ഈക്വൽ ടു ഓർഡേഡ് പെയർ 2 2. ഇനി നെക്സ്റ്റ് എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് എ. അപ്പം ഇതിന്റെ രണ്ടിന്റെ കൂടെ യൂണിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിലുമുള്ള എലമെന്റ്സ് എ ക്രോസ് ബിയിലുള്ളതും വേണം, അതേപോലെ ബി ക്രോസ് എയിലുള്ളതും വേണം. റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ 2 2 രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് 2 2 നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 5 2 5 3, പിന്നെ 2 5 3 2, പിന്നെ 3 5 2. ഇനി നെക്സ്റ്റ് എ മൈനസ് ബി ക്രോസ് എ. ഇത് എ മൈനസ് ബി ക്രോസ് എ പറഞ്ഞാല് എയിലുണ്ട്, പക്ഷെ എന്തിലില്ല, ബി ക്രോസ് എയിലില്ല. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബി ക്രോസ് എയിൽ എന്തല്ല, സിംഗിൾ എലമെന്റ് ആണോ? അല്ല, ഇവിടെ ഓർഡേഡ് പെയേഴ്സ് ആണ്, പക്ഷെ എയിൽ എന്താണ്, സിംഗിൾ എലമെന്റ് ആണ്. അപ്പൊ എ മൈനസ് ബി ക്രോസ് എ എന്തായിട്ടേ വരുള്ളൂ, സെറ്റ് എയിലുള്ള എലമെന്റ്സേ വരുള്ളൂ. അതായത് ഇതൊക്കെയാ സെറ്റ് 2 5. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ക്രോസ് ബി ഈക്വൽ ടു 7, ഓർഡേഡ് പെയർ 7 2 7 3 7 4 2 2 2 3 2 4. അതിൽ നിന്ന് സെറ്റ് എനെയും സെറ്റ് ബിനെയും നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഓർഡേഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലായിരിക്കും, അതേപോലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലായിരിക്കും. ഇവിടെ ഫസ്റ്റ് സെറ്റ് ഏതാ, അപ്പം ഈ ഓർഡേഡ് പെയേഴ്സിലെ എല്ലാത്തിന്റെയും ഫസ്റ്റ് എലമെന്റ് നോക്കുക. ഏതാ 7. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ 2. ഓക്കെ, 7 2. സെക്കൻഡ് സെറ്റ്, സെക്കൻഡ് എലമെന്റ് ഏതാ
2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അപ്പം സെറ്റ് എയും ബിയും നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി എ സബ്സെറ്റ് ഓഫ് സി, ബി സബ്സെറ്റ് ഓഫ് ഡി ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? എ ക്രോസ് ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ക്രോസ് ഡി ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ എലമെന്റ് മറ്റേ സൈഡിൽ ഉണ്ട് എന്ന് കാണിച്ചു. അപ്പം എക്സ് വൈ സിംഗിൾ എലമെന്റ് എടുക്കാൻ പറ്റുമോ? എക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എക്സ് വൈ ബിലോങ്സ് ടു എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് എയിൽ ഉണ്ടെങ്കിൽ എക്സ് എന്തിലുണ്ടാവും? യെസ്, സിയിൽ ഉണ്ടാവും. അതേപോലെ ബി എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? ഡിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ വൈ എന്തിലുണ്ടാവും? ഡിയിലുണ്ടാവും. അപ്പം എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പ്രോഡക്റ്റ് എവിടെ ഉണ്ടാവും? സി ക്രോസ് ഡിയില് ഉണ്ടാവും. ഇതിന് എന്ത് മനസ്സിലാക്കി? എ ക്രോസ് ബി സബ്സെറ്റ് ഓഫ് സി ക്രോസ് ഡി. കാർഡിനാലിറ്റിന് പറയുന്ന ഒരു റിമാർക്കാണ്. അതായത് എയില് എൻ എലമെന്റ്സും ബിയില് എം എലമെന്റ്സും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? എൻ ഇൻറ്റു എം എലമെന്റ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റില് 2 എലമെന്റ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റില് 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2 ഇൻറ്റു 3 6 എലമെന്റ്സ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ കാർഡിനാലിറ്റി. അതേപോലെ എ ആൻഡ് ബി 2 നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. ഏതെങ്കിലും ഒരു സെറ്റ് ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അത് ഡെഫിനിറ്റ് ആയിട്ട് എ ക്രോസ് ബി എന്തായിട്ട് വരും? ഇൻഫൈനൈറ്റ് ആയിട്ട് വരും. ഏതെങ്കിലും ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആയാൽ തന്നെ എന്ത് വരും? അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മൾ യൂണിയനിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ പറയാം? ഓർഡേഡ് പെയർ x1, x2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ 3 a1 a2 ക്രോസ് a3 അതിൽ ഓർഡേഡ് പെയർ എങ്ങനെയാ വരിക? x1, x2, x3, ഇനി 4 ആണെങ്കിൽ x1, x2, x3, x4. അതായത് a1 ക്രോസ് a2 ക്രോസ് എക്സെട്ര an ആണെങ്കിൽ x1, x2, എക്സെട്ര xn. അതിന് ഓർഡർ 1, 2, 3 ആയിട്ട് പോകും. 2 എലമെന്റ്സ് ഉള്ള ഓർഡർ ടെപ്പിൾ, അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? n എലമെന്റ്സ് ഉള്ളതിനെ n ടെപ്പിൾ. അപ്പൊ 2 ഉള്ളതിനെ 2 ടെപ്പിൾ എന്ന് പറയും. 2 ടെപ്പിളിനെ നമ്മൾ പൊതുവേ വിളിക്കാനാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള സാധനം എന്ത്? ഓർഡേഡ് പെയർ. ഓർഡേഡ് പെയർ 2 നമ്മൾ ഓൾറെഡി ഓർഡേഡ് പെയർ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ്, അപ്പം ഓപ്പറേഷൻസ് ഏതൊക്കെയാ? നമ്മൾ 4 ഓപ്പറേഷൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റേഷൻ ആൻഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി നമുക്ക് സെറ്റിലെ 2 ലോസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും, പിന്നെ മറ്റൊന്നാണ് എന്ത്? ഡി മോർഗൻസ് ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണെന്നാ പറയുന്നത്. നമ്മൾക്കറിയാം നമ്പേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എന്താണെന്ന് അറിയാം? എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ് ഇൻറ്റു, അതായത് സീക്വൻസിന്റെ ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം സെയിം സാധനം തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ ആണെന്നേ ഉള്ളൂ. അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി. അതായത് ഇവിടെ ഇന്റർസെക്ഷൻ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. നെക്സ്റ്റ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ സി. ഇവിടെ യൂണിയൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമുക്കിവിടെ ഈ തിയറം പ്രൂവ് ചെയ്യാനുള്ളത്, അപ്പൊ നമ്മൾ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ആദ്യം എ യൂണിയൻ ബി യൂണിയൻ സി സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി കാണിക്കണം, പിന്നെ നേരെ തിരിച്ചു കാണിക്കണം. അപ്പം ഇവിടെ രണ്ടും കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഒറ്റടിക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണെന്ന് എടുക്കും. എക്സ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി യൂണിയൻ സി. എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി യൂണിയൻ സി എന്ന് പറഞ്ഞാല് എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു സി. ഓക്കെ, ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, ഇതൊരു കണ്ടീഷൻ ആക്കാം.
ഓർ നെക്സ്റ്റ് വൺ എന്താണ്, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു സി. ഇത് നെക്സ്റ്റ് കണ്ടീഷൻ ഒക്കെ. അപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അതെന്താ, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് വണ്ണോ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു സി. അതെന്താ, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ സി. പിന്നെ ഇവിടെ നെക്സ്റ്റ് വരുന്നത് എന്താ, രണ്ട് ബ്രാക്കറ്റിന്റെയും ഇടയിൽ വരുന്ന എന്താ, ഓർ കണ്ടീഷൻ ആണ്. അപ്പം ഓർ കണ്ടീഷൻ വരുമ്പോൾ നമുക്കറിയാം എന്താണ്, യെസ് യൂണിയൻ ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് സബ്സെറ്റ് ആണ്, അത് നേരെ ഇവിടുന്ന് എടുത്താൽ മതി. എക്സ് ഇന്റർസെക്ഷൻ എക്സ് ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ബി ഓർ എക്സ് ബിലോങ്സ് ടു. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഈ മാർക്ക് ഇട്ട് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമ്മളെ തിയറം എന്തായി കിട്ടി, പ്രൂവ് ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എന്താ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പൊ നമ്മൾ എടുക്കുക എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഇന്റർസെക്ഷൻ സി. നമ്മൾ ഇവിടുന്നും ഇഫ് ആൻഡ് ഓൾ ഇഫ് കണ്ടീഷൻ ഇട്ട് പോവാ, എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ബിലോങ്സ് ടു സി. ഇഫ് ആൻഡ് ഓൾ ഇഫ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഒരു കണ്ടീഷൻ, ആൻഡ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു സി. എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആൻഡ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ സി. ഇതിന്ന് രണ്ടൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആൻഡ് കണ്ടീഷൻ അല്ല, അപ്പൊ ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പം ഇവിടെ സബ്സെറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇട്ട് പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാം, എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇനി നെക്സ്റ്റ് ഒരു തിയറം ആണ്, ഫോർ എനി ത്രീ സെറ്റ്സ് എ ബി സി പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ക്രോസ് സി ഈക്വൽ ടു എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നുള്ളത്. അപ്പം ഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ഫസ്റ്റ് എ യൂണിയൻ ബി ക്രോസ് സി സബ്സെറ്റ് ഓഫ് എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി കാണിക്കണം, അതേപോലെ തന്നെ തിരിച്ചും കാണിക്കണം. നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്, അതേപോലെ എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആയതുകൊണ്ട് എ ക്രോസ് സി എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും, എ യൂണിയൻ ബി ക്രോസ് സിയുടെ സബ്സെറ്റ് ആയിരിക്കും. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ക്രോസ് സി എന്ന് പറയുന്നതും എ യൂണിയൻ ബി ക്രോസ് സിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇതിന്റെയൊക്കെ സിമ്പിൾ, ഇതിന്റെയൊക്കെ ബേസിക് വരുന്നത് എന്താണ്, എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി, അതേപോലെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഈ രണ്ട് കാര്യം കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റത്തെ നമ്മളെ സബ്സെറ്റ് കണ്ടീഷൻ പ്രൂവ് ആയി. അതായത് എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ക്രോസ് സി. ഇതിന്റെ നേരെ കോൺവേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സ് വൈ ബിലോങ്സ് ടു എ യൂണിയൻ ബി ക്രോസ് എന്നെടുത്തു. ഓർഡേഡ് പെയർ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് ബിലോങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റത്തെ എലമെന്റ് ഫസ്റ്റ് സെറ്റിലും സെക്കൻഡ് എലമെന്റ് എവിടെയായിരിക്കും, സെക്കൻഡ് സെറ്റിലും. അപ്പൊ ഇവിടെ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് കിട്ടും, വൈ ബിലോങ്സ് ടു സി എന്ന് കിട്ടും. എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി, ദെൻ വൈ ബിലോങ്സ് ടു സി. അപ്പം എക്സ് വൈ നമുക്ക് എന്തിലുണ്ടെന്ന് പറയാൻ പറ്റും, എ ക്രോസ് സിയിൽ, എക്സ് എയിലും വൈ എന്താണ് സിയിലും ആണ്. അപ്പം ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറഞ്ഞാല് എ ക്രോസ് സിയിലും, അതേപോലെ എക്സ് എയിലും എക്സ് ബിയിലും വൈ സിയിലും ആണ് ഉള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ബി ക്രോസ് സി ഓർ കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ എക്സ് വൈ എന്തിലുണ്ടെന്ന് കിട്ടി, എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സിയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ തിയറം പ്രൂവ് ആയി. ഇനി നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി cross C is equal to A intersection C, A cross C intersection B cross C. Cartesian product distribute over intersection. യൂണിയനിലാണ് നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇന്റർസെക്ഷനിലും ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എക്സ് വൈ ബിലോങ്സ് ടു എന്തെടുക്കുക, എ ഇന്റർസെക്ഷൻ ബി ക്രോസ് സി എന്ന് എടുക്കാം. ഇതിന് എന്ത് മനസ്സിലാക്കാം,
X belongs to A intersection B and Y belongs to C. X belongs to A intersection B എന്ന് പറഞ്ഞാൽ എന്താണ്? X belongs to A and X belongs to B. ഓൾറെഡി എന്താണ്? Y belongs to C. ഇതെന്ന് പറയാൻ പറ്റും X, Y belongs to എവിടെയാണ്? A intersection C. Okay. And എന്ത് പറയാൻ പറ്റും? X, Y belongs to എവിടെ ഉണ്ട്? B intersection C. And കണ്ടീഷൻ ആണ്. അപ്പൊ എന്ത് കിട്ടി? X, Y belongs to A cross C intersection B cross C. Okay. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് പോകേണ്ടത്. എക്സ് വൈ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ എ ക്രോസ് സി ഇന്റർസെക്ഷൻ ബി ക്രോസ് സിയിൽ ഉണ്ടെങ്കിൽ നേരെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് വൈ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ക്രോസ് സി. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫിന്റെ ഈ സിമ്പിൾ ഇട്ട് പോയാൽ തിയറം എന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ആയി. നമ്മുടെ തിയറം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇന്റർസെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? ഡി മോർഗൻസ് ലോ രണ്ട് കണ്ടീഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി ഇൻ എ യൂണിവേഴ്സൽ സെറ്റ് യു, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ തന്നെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പം ഡി മോർഗൻസ് ലോ ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെക്കാം. ഇത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ രണ്ട് കണ്ടീഷൻസ് ആണ് എന്ത് ഡിമോർഗൻസ് ലോയില് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമുക്കറിയാം രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ്സും സൂപ്പർ സെറ്റ്സ് ആണെന്ന് നമ്മൾ എടുക്കണം. അത് നമ്മൾ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എടുക്കാം. എക്സ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഏതിലില്ല? എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്നാണ്. അതായത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തിലുണ്ടാവില്ല? എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് എയിലുമില്ല, എക്സ് ബിയിലുമില്ല. എക്സ് എ ഓർ എക്സ് ഡസൻ ബിലോങ്സ് ടു എ ഓർ എക്സ് ഡസൻ ബിലോങ്സ് ടു ബി. കാരണം എന്താണ്? എക്സ് എ ഇന്റർസെക്ഷൻ ബിയില് എക്സ് എയിലോ ബിയിലോ ഉണ്ടെങ്കിൽ എക്സ് തീർച്ചയായിട്ടും എന്തില് വന്നേനെ? എ ഇന്റർസെക്ഷൻ ബിയിൽ വന്നേനെ. പക്ഷെ രണ്ടിലും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ്? ഓർ കണ്ടീഷനാണ്. അപ്പം എക്സ് എയിൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സ് എവിടെ ഉണ്ട്? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റിലുണ്ട്. അതേപോലെ എക്സ് ബിയിലില്ല എന്ന് പറയുമ്പോൾ എക്സ് ഏതിലുണ്ട്? ബി കോംപ്ലിമെന്റിലുണ്ട്. ഇവിടെ ഓർ കണ്ടീഷൻ ആണ്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ഓഫ് ബി കോംപ്ലിമെന്റ്. അതായത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇനി നമുക്ക് സെക്കൻഡ് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എടുക്കാം. എക്സ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഡസൻ ബിലോങ് ടു എ യൂണിയൻ ബി. എക്സ് എ യൂണിയൻ ബിയിൽ ഇല്ല എന്നല്ലേ? എക്സ് എ യൂണിയൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡസൻ ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഏതിലും ഇല്ല? ഡസൻ ബിലോങ്സ് ടു ബി. എ യൂണിയൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എയിലും ഇല്ല ബിയിലും ഇല്ല. എക്സ് എയിൽ ഇല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? യെസ്, എ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അതേപോലെ എക്സ് ബിയിൽ ഇല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? യെസ്, ബി കോംപ്ലിമെന്റിൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതെന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മുടെ ഡിമോർഗൻസ് ലോയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റും പ്രൂവ് ചെയ്തു. സിമ്പിൾ പ്രൂഫ് ആണ്. നമ്മള് സബ്സെറ്റ് രണ്ട് സെറ്റ്സിന്റെ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. സബ്സെറ്റ് ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കാണിച്ചാൽ മതി? ഒരു എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം? മറ്റേ സെറ്റിൽ ഉണ്ടാവും എന്ന് കാണിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കൺസിഡർ ദ സെറ്റ് Z
പിന്നെ എ എക്സ് ബിലോങ്സ് ടു ക്യൂ, അതായത് റാഷണൽ നമ്പർ ആണ് ഗ്രേറ്റ് എക്സ് സച്ച് ദാറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √2. ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ സെഡ് കോംപ്ലിമെന്റ് ആണ് നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, √2നേക്കാളും വലുതായിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും. അപ്പം അതിന്റെ കോംപ്ലിമെന്റ് എന്ന് എ കോംപ്ലിമെന്റ് അപ്പൊ എന്തായിരിക്കണം, √2ന്റെ ചെറുതായിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എ കോംപ്ലിമെന്റ് വരിക. അതാ എക്സ് ബിലോങ്സ് ടു ക്യൂ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. അതേപോലെ ഇനി സെഡ് കോംപ്ലിമെന്റ്, സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റിജേഴ്സ് ആണ്. അപ്പൊ സെഡ് കോംപ്ലിമെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് എന്താ ക്യൂ, അപ്പൊ ക്യൂ മൈനസ് സെഡ് ആയിരിക്കും എന്ത്, സെഡ് കോംപ്ലിമെന്റ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ കോംപ്ലിമെന്റ് യൂണിയൻ സെഡ് കോംപ്ലിമെന്റ്. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, കാരണം ഇത് രണ്ട് കണ്ടീഷൻ ക്യൂ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉള്ള സംഭവമാണ്. അപ്പം നമുക്കിവിടെ ഭയങ്കര റിസ്ക് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഡിമോർഗൻസ് ലോ വെച്ചിട്ട് എന്താണ്, എ കോംപ്ലിമെന്റ് യൂണിയൻ സെഡ് കോംപ്ലിമെന്റ് എന്തിനോട് ഈക്വൽ ആണ്, എ ഇന്റർസെക്ഷൻ സെഡ് ഹോൾ കോംപ്ലിമെന്റിനോട് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ ഇന്റർസെക്ഷൻ സെഡ് ഹോൾ കോംപ്ലിമെന്റ്. ഇനി എ ഇന്റർസെക്ഷൻ സെറ്റ് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്, √2നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും, സെറ്റ് എന്ന് പറഞ്ഞാല് ഇന്റിജേഴ്സ്. അപ്പൊ എന്ത് നോക്കിയാൽ മതി, √2നേക്കാളും വലുതായിട്ടുള്ള എ എന്ന് പറഞ്ഞാൽ, സോറി, എ കോംപ്ലിമെന്റ് ആണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എ എന്ന് പറഞ്ഞാൽ √2നേക്കാളും വലുതായിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും. പക്ഷെ അപ്പൊ എന്തായിരിക്കണം, ഇന്റിജേഴ്സ് കൂടി ആയിരിക്കണം. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ വരുമ്പോ എന്തായിരിക്കും, √2 നമുക്കറിയാം വാല്യൂ വരുന്നത് എന്താണ്, 1 ആണ് വരുന്നത്. അപ്പം നെക്സ്റ്റ് ഇന്റിജർ എന്താണ്, യെസ് 2 ആണ്. അപ്പൊ 2 മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ ഇന്റിജേഴ്സ് ആയിരിക്കും അതിന്റെ ഇന്റർസെക്ഷനിൽ വരിക. അപ്പം അതിൽ നിന്ന് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ക്യൂ ആണ്. അപ്പം അതിന്റെ കോംപ്ലിമെന്റ് ക്യൂ മൈനസ് ഈ 2 3 4 5 6 അങ്ങോട്ടുള്ള എല്ലാ ഇന്റിജേഴ്സും. അപ്പൊ നമുക്ക് ഇവിടെ എ കോംപ്ലിമെന്റ് യൂണിയൻ സെഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് 2 3. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മളോട് ചോദിച്ചത് എ കോംപ്ലിമെന്റ് യൂണിയൻ സെഡ് കോംപ്ലിമെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് കണ്ടാൽ മതി, എ ഇന്റർസെക്ഷൻ സെഡിന്റെ ഹോൾ കോംപ്ലിമെന്റ് കണ്ടാലും മതി. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എനി 3 സെറ്റ്സ് എ ബി സി ഇൻ എ യൂണിവേഴ്സൽ സെറ്റ്സ് U, prove that A minus B cross C is equal to A cross C minus B cross C. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് സബ്സെറ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്താല് മതിയാവും. ക്വസ്റ്റ്യൻ 1 നമുക്ക് എ ക്രോസ് അല്ലല്ലേ, എ മൈനസ് ബി ക്രോസ് സി സബ്സെറ്റ് ഓഫ് എ ക്രോസ് സി മൈനസ് ബി ക്രോസ് സി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം എ മൈനസ് ബി എന്തിന്റെ സബ്സെറ്റ് ആണ്, യെസ് എയുടെ സബ്സെറ്റ് ആണ്. അതേപോലെ എ മൈനസ് ബി ക്രോസ് സി അപ്പൊ എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും, യെസ് എ ക്രോസ് സിയുടെ സബ്സെറ്റ് ആയിരിക്കും അല്ലെ. ഇനി നോക്കാം, എക്സ് വൈ ബിലോങ്സ് ടു എ മൈനസ് ബി ക്രോസ് സി. ക്രോസ് പ്രോഡക്റ്റ് ഒരു എലമെന്റ് എന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, എ മൈനസ് ബിയുടെ ആയിരിക്കും. അതേപോലെ ആൻഡ് വൈ എന്ന് പറയുന്നത് ഏതിലെ എലമെന്റ് ആയിരിക്കും, സിയിലെ എലമെന്റ് ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ, എക്സ് എ മൈനസ് ബിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ് എവിടെ ഇല്ല എന്നാണ്, എക്സ് ബിയിൽ ഇല്ല എന്നാണ്. എക്സ് ബിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് വൈയും എവിടെ ഇല്ല എന്ന് പറയാൻ പറ്റും, ബി ക്രോസ് സിയിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പം എക്സ് വൈ എന്നുള്ള എലമെന്റ് എ മൈനസ് ബി ക്രോസ് സിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റ് എന്തിലില്ല എന്ന് കിട്ടി, ബി ക്രോസ് സിയിൽ ഇല്ല എന്ന് കിട്ടി. അപ്പൊ നമ്മള് എക്സ് വൈ എ മൈനസ് ബി ക്രോസ് സിയിൽ ഉണ്ടെങ്കിൽ എക്സ് വൈ എ ക്രോസ് സിയിൽ ഉണ്ടെന്ന് കിട്ടി. പക്ഷെ എക്സ് വൈ എന്തിലില്ല, ബി ക്രോസ് സിയിൽ ഇല്ല എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ സബ്സെറ്റ് ആണെന്നുള്ള ഈ ഇതെന്തായി പ്രൂവ് ആയിട്ട്. ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എനി 3 സെറ്റ്സ് എ കൊമ ബി കൊമ സി എ മൈനസ് ബി ക്രോസ് സി ഈക്വൽ ടു എ മൈനസ് ബി ക്രോസ് സി ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മള് ഇവിടെ പ്രൂഫ് ഈക്വൽ അല്ല എന്ന് കാണിക്കാൻ നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ വെച്ച് കൊടുത്താൽ മതി. ആ കൗണ്ടർ എക്സാമ്പിൾ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈക്വൽ ആണോ അല്ലേ എന്നുള്ള കാര്യം. നമ്മള് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ട്രൂ അല്ല, കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണെന്നുള്ളത്.
കാരണം എ മൈനസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് പെയറിന്റെ ഉള്ളിൽ വരുന്ന സംഭവമായിരിക്കും. പക്ഷെ എ മൈനസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംഗിൾ സെറ്റ് ആയിരിക്കും, സിംഗിൾ എലമെന്റ്സ് വരുന്ന സെറ്റ് ആയിരിക്കും. കാരണം ഇവിടെ എന്താണ്? ബി ക്രോസ് സിയിൽ ഇല്ലാത്ത എലമെന്റ് ആണ്. അപ്പൊ എങ്ങനെ ആയാലും ഏത് എലമെന്റ്സ് എങ്ങനെ ആയിരിക്കും? സിംഗിൾ എലമെന്റ്സ് ആയിരിക്കും. ഇനി നമ്മളൊരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറഞ്ഞാല് സെറ്റ് 1 2 3 എടുക്കാം. ബി എന്ന് പറഞ്ഞ സെറ്റ് 1 5 എടുക്കാം. അതേപോലെ സി എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് എ മൈനസ് ബി നോക്കാം. എ മൈനസ് ബി എയിലുണ്ട് പക്ഷെ ബിയിലില്ല. എയിലുണ്ട് ബിയിലില്ല. അപ്പൊ ഏതാ വരിക? യെസ്, സെറ്റ് 2. ഇനി എ മൈനസ് ബി ക്രോസ് സി നോക്കാം. സി എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതെന്ത് വരും? 2 ക്രോസ് എൻ. 2 ക്രോസ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ സംഭവവും എ മൈനസ് ബി ക്രോസ് സിയിൽ വരും. ഇനി എ മൈനസ് ബി ക്രോസ് സി നോക്കാം. ബി ക്രോസ് സി എന്താ? ബി എന്താ കിട്ടിയ? 1 5. സി എന്താ? നാച്ചുറൽ നമ്പർ. 1ഉം 5ഉം വെച്ച് നാച്ചുറൽ നമ്പറിന് ക്രോസ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും വരും. പക്ഷെ അതൊന്നും വേണ്ട. എന്താണ്? എ മൈനസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ സെറ്റ് എന്താ? യെസ്, ജസ്റ്റ് 2 ആണ്. ഇത് രണ്ടും നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറി? ഫാൾസ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താല് ഇവിടെ ഫാൾസ് ആയിട്ട് കിട്ടി. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റ് തീരാണ്. സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദം എന്നുള്ളത്. നമ്മള് സെറ്റ് എന്താന്ന് പഠിച്ചു, സബ്സെറ്റ്സ് എന്താന്ന് പഠിച്ചു, വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കി. പിന്നെ സെറ്റ്സിലെ ഓപ്പറേഷൻ യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റേഷൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഈ 4 ഓപ്പറേഷൻസും അത് വെച്ചിട്ടുള്ള കുറച്ച് തിയറംസ്, പ്രൂഫ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് 2 ലോസ് ഡിസ്കസ് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, അതേപോലെ ഡി മോർഗൻസ് ലോ. ഈ 2 ലോസ് പ്രൂവ് ചെയ്യൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇതിന്റെയൊക്കെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻസും നമ്മൾ ഈ PPT-യിൽ ആഡ് ചെയ്ത് പഠിച്ചു. അപ്പം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പം ഓക്കെ, താങ്ക് യു.